ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. നോമ്പിൻ്റെ പവിത്ര നാളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പിൻ്റെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ പവിത്രതയുടെ അനുഭവങ്ങളെ സൃഷ്ടിക്കണമെങ്കിൽ നോമ്പ് എന്ത് എന്ന് ആത്മാർത്ഥമായി നാം അറിയണം. നോമ്പ് എന്നതിന് നോവ് ജനിപ്പിക്കുന്നത് എന്തോ അതാണ് നോമ്പ്. ലൗകികതയുടെ ഇമ്പങ്ങളെ വെടിഞ്ഞ് ആത്മീയതയുടെ ഇമ്പത്തെ ഹൃദയത്തിൽ ആവോളം ആവഹിക്കുന്ന അവസ്ഥയാണ് നോമ്പ്. മനുഷ്യന് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ അവൻ ദുരുപയോഗപ്പെടുത്തിയതിനാൽ അവൻ നഷ്ടമാക്കിയ പർദീസവാസത്തെ സ്വന്തമാക്കാൻ ദൈവം അവന് നൽകിയ അനുഗ്രഹമായ ആയുധമാണ് നോമ്പ്. ബലഹീന മനുഷ്യൻ്റെ ആന്തരിക മനുഷ്യഭാവത്തെ ബലപ്പെടുത്തുന്ന അദൃശ്യ സ്വർഗീയ ശക്തിയാണ് നോമ്പ്. ദൈവവും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനപ്പെടാൻ ദൈവം ഒരുക്കിയ കൃപാവരമാണ് നോമ്പ്. ആത്മീയ പൂർണ്ണത പ്രാപിച്ച ഒരു ഭക്തനായ മനുഷ്യന് വിവാഹഭവനത്തിൻ്റെ പരമാനന്ദം നൽകുന്നതാണ് നോമ്പ്. ഗുണമേന്മയില്ലാത്ത മനുഷ്യഹൃദയത്തെ പുതുവീഞ്ഞിനെ പോലെ രുചിദായകമാക്കുന്നതാണ് നോമ്പ്. സ്വഗ്രഹത്തിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ട് അശുദ്ധിയുടെ ആഴത്തിൽ പരിലസിക്കുന്ന മനുഷ്യാത്മാവിന് വിശുദ്ധിയുടെ അടയാളപ്പെടുത്തലാണ് നോമ്പ്. സാത്താനെതിരെ ഭക്തൻ ഹൃദയത്തിൽ വഹിക്കുന്ന പവിത്ര ആയുധമാണ് നോമ്പ്. ഏലിയാവിനെ പോലെ, മോശയെ പോലെ, യേശുവിനെ പോലെ നമുക്കും ആ നോമ്പിൽ ആശ്രയിക്കാം. അനുഗ്രഹീതരാകാം.